मशहूर करे ना कभी तू मुझे नजरों से दूर। എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മൾ മറന്നോ? ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയി, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡിലേ ആവാൻ കാരണം. ഇൻഷാ അല്ലാഹ് ഇനി തൊട്ട് കറക്റ്റായി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. കൈൻമാസ്റ്ററിൽ ഒരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെ സിമ്പിളായി ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കൂടെ വെറൈറ്റി ട്രാൻസിഷൻ എഫക്റ്റും പരിചയപ്പെടുത്തി തരാം. അത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വീഡിയോസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എന്ത് ചെയ്യാം, കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഏതൊക്കെ ഫോട്ടോസ് വെച്ചാണോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഫോട്ടോസ് വെച്ചിട്ടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോസൊക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഓരോ പിക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ മേലെ 3 ഓപ്ഷൻ കാണും. അതിൽ മേലത്തെ നടുക്കത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു പിക്കിനെ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഫിറ്റ് ചെയ്ത് എടുക്കുക. ഞാനിവിടെ ഇതിനൊന്ന് സൂം ചെയ്യുന്നുണ്ട്. സൂം ചെയ്തതിന് ശേഷം ഈ ഈക്വലിൻ്റെ സിമ്പലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പിക്ക് സെറ്റായി. അതേപോലെ ഓരോ പിക്കും ജസ്റ്റ് മിഡിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സൂം ചെയ്തിടുക. സൂം ചെയ്തതിന് ശേഷം സ്ക്രീനിൽ ഫിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പിക്കിൻ്റെ ഏത് പോർഷനാണോ കാണേണ്ടത് ആ ഒരു പോർഷൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈക്വൽ കൊടുക്കുക. അങ്ങനെ ഓരോ പിക്കും ചെയ്തെടുക്കാം. ഞാൻ എല്ലാ പിക്കും ഈ ഒരു സ്ക്രീനിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എല്ലാ പിക്കിൻ്റെ ഇടയിലും ഓരോ ഗ്യാപ്പിലും ഒരു പിക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് പിക്കിലേക്ക് പോകുമ്പോൾ ഓരോ പ്ലസ് സിമ്പിൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഓരോ പ്ലസ് സിമ്പിളിലും ഓരോ ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിഷൻ എഫക്റ്റിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ വരുന്നത് കാണാൻ പറ്റും. അതിൽ ഔട്ട് സ്പ്രെഡ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ട്രാൻസിഷൻ എഫക്റ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അഥവാ അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കൈൻമാസ്റ്റർ അസറ്റ് സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് കാണും. 1 to 6 വരെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഓപ്ഷൻസ് ചൂസ് ചെയ്തെടുക്കാം. ഓരോ പിക്കിൻ്റെ ഗ്യാപ്പിലും ഓരോ എഫക്റ്റ് വെച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ എഫക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതിൽ പോയി അടുത്ത പ്ലസ് സിമ്പിളിൽ പോയി അവിടെ നമുക്ക് വീണ്ടും ഔട്ട് സ്പ്രെഡ് സ്പ്ലിറ്റിൽ ഇഷ്ടമുള്ള ഞാനിപ്പോൾ 3rd കൊടുത്തു എന്ന് വിചാരിക്കും. അടുത്തതിൽ പോയി 5 കൊടുത്തു. അടുത്തതിൽ പോയി 2nd കൊടുത്തു. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതും കൊടുത്തു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ സെറ്റായിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് കഴിയും, വലിയ ടൈമൊന്നും എടുക്കില്ല. നേരെ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് വീഡിയോ മതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് ഒരു സോങ് കൂടി ആഡ് ചെയ്തിട്ട് സെറ്റായി. വേറെ ഒന്നും ചെയ്യാനില്ല, വീഡിയോ സെറ്റായി. ഇനി അപ്പോൾ സോങ് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഡിയോസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കിതിലേക്കൊരു ടെംപ്ലേറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിനൊന്ന് സേവ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ഓപ്ഷനിൽ പോവാം, സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, സേവ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചിട്ട് ഒന്നും കൂടി ഇതേ സെയിം വീഡിയോയിലേക്ക് തന്നെ വരാം. ഇനി എനിക്കിതിന് ഈ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ വീഡിയോയിലേക്ക് ചെറിയൊരു 2 കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം ലെയർ ഓപ്ഷനിൽ പോവുക. ലെയർ ഓപ്ഷനിൽ എഫക്ട്സിൽ പോവുക. എഫക്ട്സിൽ വീനിയറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫുള്ളായിട്ട് സ്ക്രീന് മൊത്തം കൊടുക്കാം. കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുത്തു. ഇത് വീഡിയോൻ്റെ എൻഡ് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിൽ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ സെറ്റിങ്സിൽ അവിടെ സ്ട്രെങ്ത്തും സോഫ്റ്റ്നെസ്സും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു സ്ട്രെങ്ത്ത് ഇവിടെ ഒരു 42, 41, 42 അങ്ങനെ കൊടുക്കുകയാണ്. അതേപോലെ സോഫ്റ്റ്നെസ്സും ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 46 ഒക്കെ, ഞാൻ 46ഓ 45ഓ എൻ്റെ ഇഷ്ടം, അത് എനിക്ക് ആവശ്യമുള്ളത്ര ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ലെയർ ഓപ്ഷനിൽ പോവുക, എഫക്ട്സിൽ പോവുക. എന്നിട്ട് താഴോട്ടേക്ക് പോയിട്ട് ബേസിക് എഫക്ട്സിൽ ഗോഷൻ ബ്ലർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതും ഒന്ന് സ്ക്രീനിൽ മൊത്തം കൊടുക്കുക. വീഡിയോൻ്റെ എൻഡ് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും റൈറ്റ് സൈഡിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് ഒന്ന് ഇതും സ്ട്രെങ്ത്ത് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാനൊരു 4ലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണം ഫുള്ളിൽ വെക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എത്ര വേണേൽ നിങ്ങൾ ഇതിനനുസരിച്ച് കൊടുക്കുക. ഞാനിവിടെ 4ആണ് കൊടുത്തത്, ടിക്ക് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ് ആഡ് ചെയ്തതിന് ശേഷം ടെംപ്ലേറ്റിലുള്ള എന്തെങ്കിലും മിസ്സാകുന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് കാണുന്നില്ലെങ്കിൽ ഈ ബ്ലർ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കൊരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക. മീഡിയയിൽ നിന്ന് ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫുൾ സ്ക്രീൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ 3 ഓപ്ഷൻ, അതിൽ മിഡിൽ ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിൽ സെക്കൻഡ് വൺ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെയർ, ടെംപ്ലേറ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് പോയിട്ട് ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുക്കുക. ഈ ഒരു ടെംപ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മതി. രണ്ടിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിടാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിലൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച, അഥവാ നമ്മൾ സേവ് ചെയ്ത് വെച്ച വീഡിയോ ഒന്ന് ആഡ് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ലെയർ ഓപ്ഷനിൽ പോവുക, ലെയർ ഓപ്ഷനിൽ മീഡിയയിൽ പോവുക, എക്സ്പോർട്ടിൻ്റെ ഫോൾഡർ ചൂസ് ചെയ്യുക. അവിടുന്ന് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്യുക. ഇനി ഈ ഒരു വീഡിയോ ആ ഒരു ഫ്രെയിമിന് കണക്കായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി, റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, റൊട്ടേറ്റും ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ കണക്കായിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആകുന്നതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കാം. ഫിറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ലെയർ ചൂസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ മേലെ 3 ഡോട്ട് ഉണ്ടാവും. അതിൽ ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഉള്ളത്. അപ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഇമേജിൻ്റെ ബ്ലറിങ് എഫക്റ്റ് കുറച്ചും കൂടി കുറക്കണമെന്നോ കൂട്ടണമെന്നോ ഉള്ളവർ ജസ്റ്റ് ആ ബ്ലറിൻ്റെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സ് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. നമ്മുടെ വീഡിയോ ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ഓഡിയോയും കൂടി ആയാൽ വീഡിയോ കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ സോങ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള സോങ് ചൂസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ലെയർ ഓപ്ഷനിൽ പോയി മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒന്ന് വേണമെങ്കിലും സോങ് ആഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വീഡിയോസ് എന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ താഴോട്ടേക്ക് പോവുക. എന്നിട്ട് അവിടെ എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ എക്സ്ട്രാക്ട് ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോയിലുള്ള ഓഡിയോ ഇവിടെ താഴെ വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ആ വീഡിയോ ഇവിടെ ആവശ്യമില്ല, അപ്പോൾ അതൊന്ന് ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, കാരണം യൂട്യൂബിൽ ചെറിയ ഇഷ്യൂസ് വരും സോങ് പ്ലേ ചെയ്താൽ. അപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ ഉണ്ടാവും നിങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. വലിയ പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ്. ആരും മിസ് ചെയ്യാൻ പാടില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തിടുന്നുണ്ട്.
ഇതാണ് വീഡിയോ. വലിയ പണിയൊന്നുമില്ല, എല്ലാവരും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ടൈപ്പൊക്കെ ചെയ്തെടുക്കാൻ ശ്രമിക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ മാക്സിമം ചെയ്തെടുക്കാൻ ശ്രമിക്കാം. അതേപോലെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.